കേരള കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ കെ.എം. മാണിയുടെ 5ാം ചരമവാർഷിക ദിവസമാണിന്ന്. കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണ്ണയിച്ച പ്രമുഖരിൽ ഒരാളായിരുന്നു കെ.എം. മാണി. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാലത്താണ് കെ.എം. മാണി നമ്മോട് ഇവിടെ പറഞ്ഞു പോയത്. വീണ്ടും ഒരു ഓർമ്മ ദിവസം എത്തുമ്പോൾ കോട്ടയത്ത് 2 ചേരികളിൽ നിന്ന് പോരാടുകയാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ. പാലക്കാരുടെ മാണിസാറിന്റെ പാലായെ ചുറ്റിപ്പറ്റിയായിരുന്നു കെ.എം. മാണി എന്ന രാഷ്ട്രീയ നേതാവിന്റെ ജീവിതം. എങ്കിലും കേരള രാഷ്ട്രീയത്തിൽ തൻ്റെതായ ഇരിപ്പിടം ഒഴിച്ചിട്ടാണ് കെ.എം. മാണി വിടവാങ്ങിയത്. പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ മുഖം, മുന്നണി രാഷ്ട്രീയത്തിന്റെ അവസാന വാക്ക്, അങ്ങനെ വിശേഷണങ്ങളും ഏറെ. 1965 മുതൽ പാലക്കാർ നെഞ്ചിലേറ്റിയതാണ്. തുടർച്ചയായി 13 തവണ നിയമസഭയിലെത്തിച്ചു. അതുമാത്രമായിരുന്നില്ല, ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്നതടക്കം റെക്കോർഡുകളും. അതുകൊണ്ട് കെ.എം. മാണി എന്ന നേതാവിന്റെ ശൂന്യത പാലായിൽ മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിലും ഇന്നും ചർച്ചയാണ്. തോമസ് ചാഴികാരനെ തോളി പിടിച്ച് ടോമിയെ വീണ്ടും ഈ ദൗത്യം ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ മാണി സാറിന്റെ സ്വരം ഞാൻ ഓർക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പറ്റിയില്ല. തോമസ് ചാഴികാരന്റെ വിജയം കാണാൻ പറ്റിയില്ല. അതിനു മുമ്പ് ഞങ്ങളുടെ നേതാവ് മരണപ്പെട്ടു. ആ ഓർമ്മകൾക്ക് മുമ്പിലാണ് തോമസ് ചാഴികാരൻ മത്സരിക്കുന്നത്. ആ ചാഴികാരനാണ് ഇന്ന് വീണ്ടും 100% വിജയം കൈവരിച്ച് കോട്ടയത്ത് സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുള്ളത്. കേരള കോൺഗ്രസിന്റെ വളർച്ചയിലും തളർച്ചയിലും പിളർപ്പിലുമെല്ലാം ഒരു വശത്ത് കെ.എം. മാണി ഉണ്ടായിരുന്നു. ബാർക്കോഴ കേസിൽ പ്രതിപക്ഷം ക്രൂശിച്ചപ്പോഴും പാലക്കാർ കൈവിട്ടില്ല. എന്നാൽ കെ.എം. മാണിയുടെ കാലശേഷം കേരള കോൺഗ്രസിനെ 2 തവണ പാലക്കാർ കൈവിട്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു ആ വിയോഗം. 5 വർഷത്തിനിപ്പുറം മറ്റൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2ആയി പിളർന്ന് കേരള കോൺഗ്രസുകൾ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. വളരെ അടുത്ത, വളരെ ഊഷ്മളമായ ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് മാണി സാറ്. പിന്നീട് നിർഭാഗ്യവശാൽ ഇങ്ങനെ 2 ചേരിയിലൊക്കെ ആയിപ്പോയി. പക്ഷെ എന്നോട് എപ്പോഴും മാണി സാറ് വളരെ വാത്സല്യത്തോടെയും സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ളൂ. എനിക്ക് രാഷ്ട്രീയ ജന്മം നൽകിയ ആള് കെ.എം. മാണി സാറാണ്. എന്റെ ഈ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹമാണ് എന്റെ പേര് നിർദ്ദേശിച്ചത്. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ തീരുമാനമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഇല്ല, പക്ഷേ അദ്ദേഹത്തിന്റെ ആത്മാവ്, അദ്ദേഹത്തിന്റെ സാന്നിധ്യം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. 5ാം ചരമവാർഷികവും വിപുലമായിട്ടാണ് കേരള കോൺഗ്രസും ആചരിക്കുന്നത്. കല്ലറയിൽ പുഷ്പാർച്ചനയും പ്രത്യേക പ്രാർത്ഥനകളുമുണ്ട്. ടോബി ജോൺസൺ, 24 കോട്ടയം. വിക്രമൻ നായർ പറയുന്നു, നിങ്ങൾ സർവേ നടത്തുന്നു, ആർ വോട്ട് ചെയ്യണം? കെ.എം. മാണിയുടെ കല്ലറയിലേക്ക് ജോസ് കെ മാണിയും അമ്മയും വരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം കാണുന്നത്. പാലയിലെ അദ്ദേഹത്തിൻ്റെ കല്ലറയിലേക്ക് ചരമവാർഷിക ദിനത്തിൽ എത്തുകയാണ് ജോസ് കെ മാണിയും അമ്മയും ജോസ് കെ മാണിയുടെ ധർമ്മപത്നിയും. ഒരുപാട് ഓർമ്മകൾ ഇവർക്കുണ്ടാകും. കാരണം എത്രയോ കാലം പാലയെ അടക്കി ഭരിച്ച ഒരാളായിരുന്നു കെ.എം. മാണി. കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്ര നിമിഷങ്ങളിലൊക്കെ കെ.എം. മാണി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തുളുമ്പി നിൽക്കുന്ന കല്ലറയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഓർമ്മകളുടെ പുഷ്പചക്രങ്ങൾ അർപ്പിക്കുവാനും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ചരമദിനത്തിൽ ഇവർക്ക് നൽകിയ ഊർജം ഉൾക്കൊള്ളുവാനും കുടുംബാംഗങ്ങൾ എത്തുകയാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി ടോബി ജോൺസൺ നമുക്കൊപ്പം വീണ്ടും ചേരുന്നു. ടോബി, എന്തൊക്കെയാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ? SKN 5ാം ചരമവാർഷികമാണ് കെ.എം. മാണിയുടെ. നമുക്കറിയാവുന്നതുപോലെ പാലായുടെ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ തന്നെ തൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനം ഉറപ്പിച്ച ശേഷം മടങ്ങിയ ഒരു നേതാവാണ്. നിരവധി കാര്യങ്ങളിൽ നമുക്കറിയാവുന്നതുപോലെ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ഒരു ധനമന്ത്രി, അതുപോലെ തന്നെ 13 തവണ ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിച്ച വ്യക്തി. അങ്ങനെ നിരവധിയാണ് കെ.എം. മാണി എന്നുള്ള ആ ഒരു നേതാവിന്റെ പ്രത്യേകതകൾ. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചരമവാർഷികവുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥന നടക്കുകയാണ്. രാവിലെ കത്തീഡ്രൽ പള്ളിയിൽ, അദ്ദേഹത്തെ സംസ്കരിച്ച പള്ളിയിൽ കുർബാന നടന്നു. അതിനുശേഷം ഇപ്പോൾ കല്ലറയിലെത്തി കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരും എല്ലാവരും ചേർന്ന്
പ്രാർത്ഥനാ ചടങ്ങുകളിൽ നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് 2019 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്ന പ്രചാരണ വേളയിലായിരുന്നു കെ.എം. മാണിയുടെ വിയോഗം നടന്നത്. മറ്റൊരു തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി എത്തുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വലിയ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു ആചാര ചടങ്ങുകൾ, അനുസ്മരണ ചടങ്ങുകൾ നടത്തുകയാണ് കേരള കോൺഗ്രസ്. അതുപോലെ തന്നെ വിവിധ കേരള കോൺഗ്രസുകൾ ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മദിനം അനുസ്മരിക്കുന്നുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അനുസ്മരിക്കുന്നുണ്ട്. ഇന്ന് കല്ലറയിലേക്ക് വിവിധ കേരള കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ എത്തും. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് കല്ലറയിലെ ചടങ്ങുകളാണ്. അവിടെ ജോസ് കെ മാണിയുണ്ട്, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ജോൺസണാണ് പാലയിലെ കെ.എം. മാണി സാറിൻ്റെ കല്ലറയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി കുട്ടിയമ്മ. ഒരുപക്ഷെ കെ.എം. മാണി കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുമ്പോൾ വീട്ടിലെ ഗതിവിഗതികളെ നിയന്ത്രിച്ച വീട്ടമ്മയും കേരള രാഷ്ട്രീയത്തെ വളരെ സാഹൂതം നോക്കിക്കണ്ട വീട്ടമ്മയുമാണ് കുട്ടിയമ്മ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഒരുപാട് ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന കല്ലറയിലേക്ക് ഇന്ന് ചരമവാർഷിക ദിനത്തിൽ 5ാം ചരമവാർഷിക ദിനത്തിൽ എത്തുകയായിരുന്നു ധർമ്മപത്നിയും മകനും.